ഇന്നത്തെ പ്രവാസി ശബ്ദം കാരിയർമാരെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് യുവാക്കളായ ആളുകൾ ഈ കാരിയർമാരായി മാറുകയും അത് സംബന്ധമായി അവർ വലിയ ശിക്ഷകളിലേക്കും ജീവൻ വരെ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യത്തിലും കാരിയർമാരുടെ എണ്ണം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കൂടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രവാസി ശബ്ദം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അഭിഭാഷകൻ അജി കുര്യാക്കോസ്, ഒപ്പം അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ എന്നിവർ കൂടി ചേരുന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ അജി കുര്യാക്കോസ്, ഇതൊരു വലിയ വിഷയമായി നമ്മൾ എടുക്കാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർ വിസിറ്റിംഗ് വിസ ഒക്കെ ആയി ഒരുപാട് പേർ അറബ് രാജ്യങ്ങളിലേക്ക് ഈ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് എന്നൊക്കെയുള്ള കാരിയർമാരായി പോകുന്നു, പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം താങ്കളുടെ അറിവിൽ കൂടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം ഈസി മണി മേക്കിംഗ് ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത്. മയക്കുമരുന്നിനെ കുറിച്ച് നമുക്ക് അടുത്ത ഇതിലേക്ക് പറയാം. അപ്പൊ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ വിരളമായിട്ട് നടന്നിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത്. ഇപ്പോൾ വിസിറ്റ് വിസയിലെ ആളുകളെ കൊണ്ടുവന്നത് തന്നെ ഇവിടെ നിന്ന് സ്വർണം കടത്തുന്നതിനുള്ള പലതരത്തിലുള്ള മാർഗങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വർണം നമ്മൾ പലതരത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. റോ ഗോൾഡ് അതൊക്കെ ഉണ്ട്. അത് നമുക്ക് 2 കിലോ 1 കിലോ വരെയൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സാധാരണഗതിയിൽ ഇവിടുന്ന് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഓർണമെന്റ്സിന്റെ രൂപത്തില് സ്വർണം കൊണ്ടുപോവുകയാണ്. അപ്പം ഇത് ഈ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു മാർഗമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് ഇങ്ങനെയാണ് സ്വർണത്തിന്റെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ കണക്ക്. അപ്പൊ 22 ക്യാരറ്റ് സ്വർണമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതില് 24 ക്യാരറ്റ് സ്വർണം അത് ഓർണമെന്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ യുഎഇയിൽ തന്നെ പല മേഖലകളിലും തട്ടാന്മാരും അതുപോലെ മറ്റുള്ള ആളുകളും ഒക്കെ പണിയുന്നുണ്ട്. അത് 24 ക്യാരറ്റ് സ്വർണം നമുക്ക് കണ്ടാൽ ഒരു മാല കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊന്നും ഈ കാരിയറായിട്ട് പോകുന്ന ആളുകൾക്കില്ല. അവർക്ക് ലഭിക്കുന്ന എന്താണ്? ഈ സ്വർണം നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, നിങ്ങൾ കഴുത്തിൽ അണിഞ്ഞു കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ കയ്യിൽ അണിഞ്ഞു കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ കാതിൽ അണിഞ്ഞു കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു വാഗ്ദാനമാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ അവര് ഇത് സ്വീകരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് എത്താം. ശ്രീ അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, ഇവിടെ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ചിലപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കാം എന്നൊക്കെയുള്ള ആവശ്യത്തിലായിരിക്കും ഇത് ചെയ്യുന്നത്. 2, മോശം സാമ്പത്തികാവസ്ഥയിൽ ആരും ചെയ്തു പോകുന്ന അത്രയും ഓഫറുകൾ ചില ആളുകളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ ഭാഗമായി പോകുന്നത് എത്രത്തോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എത്രത്തോളം അപകടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും. ആദ്യമായിട്ട് ന്യൂസ് 18 ചാനൽ ഈ ഒരു ചർച്ച കൊണ്ടുപോകാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പം എന്റെ സഹപ്രവർത്തകൻ അജി കുര്യാക്കോസ് പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ കരിയർ ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വളരെയധികം അതിക്രമിച്ചു വരുന്ന വലിയൊരു വിപത്താണ് ഡ്രഗ്സിന്റെ കാരിയേഴ്സ് ആയിട്ട് ഇവിടെ വരുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികള്, പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ചോടെ വരുന്ന പ്രവാസികളായ ഒരുപാട് പേര്. ഇപ്പൊ നമ്മൾ ഈ ലീഗൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ട് നിരവധി ദിനേന എന്ന് തന്നെ പറയാം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മിക്ക ആളുകളും ഇപ്പം ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് 2 വിസിറ്റ് വിസ എടുക്കാത്ത ആരുമില്ല. 2 മീൻസ് ഒരു 6 മാസമാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഒരുപാട് കടമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഇവിടെ വിസിറ്റിൽ ജോലി അന്വേഷിച്ച് വരുന്നത്. ഇപ്പൊ ഒരുപാട് കാലം ഇവിടെ ജോലി അന്വേഷിച്ച് ജോലിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എവിടെ നിന്നൊക്കെ സുഹൃത്തുക്കളോടൊക്കെ കടം വാങ്ങിച്ചിട്ട് അവർ വീണ്ടും റിന്യൂ ചെയ്ത് 3 മാസത്തേക്ക് റിന്യൂ ചെയ്യും. അപ്പൊ ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് കഴുകന്മാരെ പോലെ തന്നെ പറയാം ഒരു വലിയൊരു ലോബി, ഡ്രഗ് മാഫിയ തന്നെ ഇങ്ങനെ പിറകെ നടക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. കാരണം നേരത്തെ അജി പറഞ്ഞതുപോലെ ഈസി മണി മേക്കിംഗ് ആണിത് സംഭവം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം
പ്രലോഭനങ്ങളാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങളിപ്പം അതിലേക്ക് എനിക്ക് ഇത്ര തോന്നുന്നു വർഷങ്ങളെ കൂടുതലായിട്ട് വർക്ക് ഈ യുവതലമുറ യൂത്താണ് കൂടുതൽ എത്തുന്നത്, യുവാക്കളാണ് കൂടുതൽ എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇവരെ തന്നെ ആകർഷിപ്പിക്കുന്നത് പണം തന്നെയാണ്. നമുക്ക് ഇവിടെ തൊഴിലില്ലായ്മ വലിയ അതിരൂക്ഷമായി നിൽക്കുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പം എങ്ങനെയെങ്കിലും അവിടെ എത്തുക, എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കുക. ഈ പോക്കിലും വരവിലും ഇപ്പോൾ വിസിറ്റിംഗ് വിസയാണെങ്കിൽ പോലും ഈ 3 months അങ്ങോട്ട് പോകുന്നത്, അവിടെ നിൽക്കുന്നു, തിരിച്ചു വരുന്നത്, ഈ 2 പോക്കിലായിട്ട് ഇവർക്ക് എന്ത് ലാഭം ഉണ്ടായാലും ഇവർ സ്വീകരിക്കും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയോ? തീർച്ചയായിട്ടും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പബ്ലിസിറ്റി പരസ്യങ്ങൾ കൊടുത്തിട്ടും വാർണിംഗ് കൊടുത്തിട്ടൊക്കെ തന്നെ ആളുകൾ ഇപ്പോഴും വിസിറ്റ് വിസ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് വിസിറ്റ് വിസ ടിക്കറ്റുമായിട്ട് വരുന്ന ആളുകളുടെ അത്ഭുതപ്പെടുകയാണ്. ഇപ്പോഴും അത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെ അവയർനെസ് കൊടുത്തിട്ടും ഇത്രയൊക്കെ ഗവൺമെന്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടൊക്കെ തന്നെ അത് എനിക്കൊന്നും ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാശും കൊടുത്ത് വന്ന് ഇവിടെ പെട്ടുപോയ ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ദേ കാൻ ഗോ ബാക്ക് ടു ഹോം. അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കടത്തിന്റെ മുകൾ കടായിട്ട് കിടക്കുന്ന ആളുകളായിരിക്കും. അപ്പം ഇത്തരം ആളുകളെ സാമ്പത്തികം വെച്ചുള്ള ചൂഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരാൻ ശരിക്കും അതെ, അജയ് കുര്യാക്കോസ്, ഇവിടെ ഈ ബോധവൽക്കരണം, അതായത് ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഒക്കെ കാരിയർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, പ്രത്യേകിച്ച് അറബ് കൺട്രീസിലൊക്കെ എത്രത്തോളം അവിടെ നിയമം ശക്തമാണ് എന്നുള്ളത് അറിയാം. അവിടെ ഒരു തരത്തിലും മയക്കുമരുന്ന് ഇടപാട് ഉപയോഗവും ഒന്നും പ്രോത്സാഹിപ്പിക്കാത്ത, ഇല്ലെങ്കിൽ തടയാൻ ശക്തമായിട്ട് നിയമങ്ങളുള്ള രാജ്യങ്ങൾ കൂടിയാണ്. അപ്പം അവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഒരുപാട് പേർ ഇപ്പോൾ തന്നെ ജയിലുകളിൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചവരുണ്ടാകാം. അപ്പം താങ്കൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമായിരിക്കും. എന്തുകൊണ്ട് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ബോധവൽക്കരണം പ്രവാസികൾക്കിടയിൽ നടക്കുന്നില്ലേ? ശ്രീയാജി, ഞാൻ പറയട്ടെ, പറയാം. മയക്കുമരുന്ന് കാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവിടെ തയ്യാറായിട്ട് വരുന്ന കാരിയേഴ്സാണ്. നമ്മളത് മനസ്സിലാക്കണം. കാരണം അവിടെ നാട്ടിൽ നിന്നും മയക്കുമരുന്നാണ് കൊണ്ടുവരുന്നത് എന്ന് അറിഞ്ഞ് ചിലര് തെറ്റിദ്ധരിക്കപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് പലതരത്തിലുള്ള കേസുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു വ്യക്തി നാട്ടിൽ നിന്ന് തിരിച്ച് UAE പോകുമ്പോൾ ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞ് പാക്കറ്റുകൾ കൊണ്ടുവരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ പലവട്ടം പറഞ്ഞ് ബോധവൽക്കരണം നടത്തിയിട്ടുള്ളതാണ്. ആരും അങ്ങനെ സ്വീകരിക്കരുത്, അതിൽ ആരും അറിയാത്ത ആളുകളിൽ നിന്ന് വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് പലരും ഈ മയക്കുമരുന്ന് കാരിയേഴ്സ് ആവുന്നത്. അതിന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് ഈ നിയമങ്ങളും അതുപോലെ തന്നെ ഇതിലത്തെ കാര്യങ്ങളും എല്ലാം അറിയാം. ഞാൻ പറയുന്നത് ഒരു 90% അറിഞ്ഞുകൊണ്ടും ഒരു 10% അറിയാതെ പെട്ടുപോകുന്ന ആൾക്കാരാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പം താങ്കൾക്ക് അറിയായിരിക്കും അവിടെ ഏത് തരത്തിലുള്ള നിയമങ്ങളിലാണ്, എത്തരത്തിലുള്ള കേസുകളിലാണ് ആളുകൾ കൂടുതലായിട്ട് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പെടുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ? ഇപ്പൊ ഇവിടെ മലയാളികളെ സംബന്ധിച്ച് ഇവിടെ രണ്ട് തരത്തിലാണ് യൂസ് ആൻഡ് സെൽ. ഒന്ന്, നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ പിടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇത് ഇന്റേണലി ഇതിനകത്ത് UAE അകത്ത് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിനകത്ത് യൂസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പിടിക്കപ്പെടുന്നുണ്ട്. അതിന് അവർക്ക് സെന്ററിലൊക്കെ കൊണ്ടുപോയി അവർക്ക് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളെല്ലാം നൽകി അവരെ ഒരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്കൊക്കെ ഡീറ്റെയിൻ ചെയ്ത് അവരെ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ഈ സെൽ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അവർക്ക് വളരെ കടുത്ത ശിക്ഷയാണ് കൊടുക്കുന്നത്. അത് സ്പ്രെഡ് ചെയ്യാണ്. ഒരു സമൂഹത്തിൽ ഒരു വൃത്തികെട്ട ഒരു പ്രവണത സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ. പക്ഷെ ഇപ്പോൾ അവിടെയും വളരെ സുലഭമായിട്ട് ഇതൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. സുലഭമായിട്ട് ലഭിക്കുന്നില്ല. പക്ഷെ അവിടെയും ഇത് ഞാൻ പറയട്ടെ, ഇത് ഈ ഒരു മയക്കമരുന്ന് എന്ന് പറയുന്നത് വളരെ വലിയൊരു സാധനമൊന്നുമില്ല. കിലോ കണക്കിന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വളരെ കുറച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കടത്തി കൊണ്ടുവരിക, പല തരത്തിലുള്ള സോഴ്സസ് ഉപയോഗിക്കുന്നു. അത് ഏതൊക്കെ സോഴ്സ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അവർ പല സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലും ഈ സാധനം ഇവിടെ കടത്തുന്നുണ്ട്. അതൊക്കെ ചിലർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിക്കപ്പെടുന്നതും ആ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആൾക്കാർ വരെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം അതല്ല. യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ബൾക്കായിട്ട് കൊണ്ടുവരുന്ന ഇന്ത്യയിൽ നിന്നും അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരായാലും മറ്റു രാജ്യക്കാരെ കൊണ്ടുവരുന്ന ആളുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെല്ല് തന്നെ ഇവിടെ UAE ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരത് കൺസീൽ ചെയ്തിട്ട് അവരെ ഇത്തരം ആളുകൾക്ക് വളരെ കർശനമായ ശിക്ഷയാണ് കൊടുക്കുന്നത്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മയക്കുമരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുര്യാക്കോസ്, താങ്കളെ പോലുള്ള ആളുകൾ ഇടപെടാറുണ്ടോ? അത് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? നമുക്കൊന്ന് സഹായിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഇടപെടാൻ പറ്റാത്ത കേസുകളല്ലേ ഇതൊക്കെ?
ഇവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വക്കീലിനെ സംബന്ധിച്ച് സാജിദ് വക്കീൽ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള വക്കീലാണ്. സാജിദ് വക്കീലിനെ ഒക്കെ അറിയാം, ഇത്തരം ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് അവരെന്ത് പറയുന്നു എന്നുള്ളത് വിശ്വസിച്ചിട്ടാണ് ഒരു ലോയർ കേസ് നടത്തുന്നത്. അപ്പൊ അവിടെ പറയാണ്, അവർ പറയാണ് എന്നെ ഇങ്ങനെ പറ്റിച്ചു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയും ഞാൻ ഇതിന് തയ്യാറായിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർ ഓൾറെഡി അവിടെ സമ്മതിച്ചിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുറ്റം സമ്മതിച്ച വ്യക്തിയുടെ കേസ് നമ്മൾ നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചില കേസുകളിൽ നമ്മൾ വരുന്ന കേസുകളിൽ ചിലരും അറിയാതെ, ചിലപ്പം ഇതിനെ കുറിച്ച് ഇതിന്റെ വശങ്ങളെ കുറിച്ച് അറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ നടത്തിയ ഒരു കേസിനകത്ത്, ഒരു ഡ്രഗ് കേസിനകത്ത് അവര് പിക്കിൾ കൊണ്ടുവന്നാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ പിക്കിൾ കൊണ്ടുവന്നാണ്. അപ്പൊ പിക്കിൾ കൊണ്ടുവന്ന പിക്കിൾ നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ? അതിനകത്ത് സ്പൂണിട്ട് ഇളക്കി നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്വാഭാവികം വളരെ അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ അടുത്തൊരു ബന്ധു കൊടുത്തു വിട്ടൊരു പിക്കിളാണ്. അതിനകത്ത് പ്ലാസ്റ്റിക് കവറകത്ത് പൊതിഞ്ഞ് ഹെറോയിൻ കടത്തി കൊണ്ടുവന്നാണ് ഇങ്ങോട്ട്. പിന്നെ നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ പോപ്പി സീഡ്സ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അത് നിരോധിച്ചിട്ടുള്ള വസ്തുവല്ല, പായസത്തിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഈ പോപ്പി സീഡ്സ് ഇവിടെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഇതിന്റെ ഭാഗഭേദമായിട്ട് ഞാൻ പറയുകയാണ്, അരളിപ്പൂവ് കൊണ്ടുവരുന്നു. ഇതൊന്നും നമുക്ക് അറിയാത്ത സംഭവങ്ങളാണ്. അപ്പൊ പോപ്പി സീഡ്സ് ഒരു പാക്കറ്റിൽ കൊണ്ടുവരാൻ, അത് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരും അതിന് തയ്യാറാവും, കാരണം അത് അറിയാത്ത ആൾക്കാർ. അപ്പൊ ഇതെല്ലാം നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ, ഇപ്പൊ ഇതുപോലത്തെ ചാനൽ, ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ഇത് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ പാവപ്പെട്ട മലയാളികളും അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരെ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വരാം. ശ്രീ സാജിദ്, ഇവിടെ ഈ അറിയാതെ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞ ഇപ്പൊ അജി കുര്യാക്കോസ് പറഞ്ഞ കാര്യമുണ്ട്. അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ടാവും, ശിക്ഷ അനുഭവിച്ചവരായിട്ടും ഉണ്ടാവും. അപ്പം അവരും ഇതേ ശിക്ഷ തന്നെയാണ്, ഇത് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അതേ ശിക്ഷ തന്നെയാണ്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും നൽകാനൊന്നും കഴിയുന്നുണ്ടാവില്ല. അപ്പൊ പെട്ടുപോവുകയാണ്, അവരുടെ അവസ്ഥ കൊണ്ട് അത്തരത്തിലൊക്കെ സംഭവിച്ചു പോകുന്നു. അവർക്ക് നൽകുന്ന നിയമസഹായങ്ങൾ എത്തരത്തിലാണ്? അവരിലേക്ക് എത്തിപ്പെടാനും ഇല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ടോ? ചെറിയൊരു കൺഫ്യൂഷൻ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അജി പറഞ്ഞതുപോലെ കാരിയർ എന്നുള്ളൊരു വാക്കാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളല്ല. തീർച്ചയായിട്ടും അതിലൊരു 80% ആളുകളും അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കാരിയർ ആയിട്ട് ഉപയോഗിക്കുന്ന, ഇവിടെ ലോക്കൽ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ല? കാരിയേഴ്സ് എന്നുള്ള ഡെഫിനറ്റ്ലി ഡ്രഗ് പെഡ്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരെയും ഇതുപോലെ ഈ വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടുത്തെ പ്രയാസപ്പെടുന്ന ആളുകളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ട്. കാരണം ഇപ്പൊ നാട്ടിൽ നമ്മൾ അറിയുന്നത് ഇവരെ വിളിച്ചിട്ടല്ല നമ്മൾ അറിയുന്ന നാട്ടിൽ നിന്ന് പല നേതാക്കന്മാരും പലരും ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കും. ഇങ്ങനെ ഒരു പയ്യൻ അവിടെ വന്നിട്ടുണ്ട്, കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു വിവരമില്ല, അവരുടെ പാരന്റ്സ് വന്നിട്ടുണ്ട്, വളരെ പ്രയാസത്തിലാണ്, ഒന്ന് അന്വേഷിക്കണം എന്ന് പറയും. അപ്പൊ പാസ്പോർട്ട് കോപ്പി അയച്ചു തരും. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം കേസുകൾ പെട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ പിന്നെ അതിന് യാതൊരു ഓപ്ഷനും ഇല്ല. ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ 6 മാസം അല്ല ഒരു 1 ഇയറിന്റെ അപ്പുറത്തൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ് ഈ ഡ്രഗ് കേസിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച്, ഇവിടുത്തെ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രിക്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ആ ആളിലൂടെ എത്രത്തോളം ഇതിന്റെ കണ്ണികളിൽ എത്താൻ പറ്റും അത്രത്തോളം അവിടെ എത്തിയതിനു ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ പിടിക്കപ്പെട്ട കഴിഞ്ഞ ആളുകൾക്ക് ആർക്കും തന്നെ ബെയിലോ അങ്ങനത്തെ ഒരു കാര്യം ലഭിക്കില്ല. അവരെ കാണാൻ തന്നെ പറയുന്ന പോലെ ആളുകൾക്ക് തന്നെ ഇപ്പം റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കേസാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്ത് വരെ പോകാൻ ആളുകൾക്ക് ഭയമാണ്. അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല. കാരണം എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥ അംഗീകരിക്കുക അനുസരിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു കടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇത്തരം കാര്യങ്ങളെക്കാരും പോകാറില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ ഇവിടെ ദിനേന വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇതിലിപ്പോ 2 മാസം 3 മാസമൊക്കെ വിസിറ്റ് എന്ന് പറയുമ്പോൾ 8-9 മാസമൊക്കെ ആയിട്ട് വിസിറ്റ് വിസയിൽ ഇവിടെ നിന്ന് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു കച്ചിത്തരുമായി ചെറിയ നല്ലൊരു ഇപ്പം ഒരു ഡ്രഗ്സ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 ദിർഹംസ് 2000 ദിർഹംസ് ഒക്കെയാണ് ഇവർക്ക്. പക്ഷേ അതിലൊരു പറ്റിക്കൽ കൂടി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഇങ്ങനെ ഓഫറുകൾ വെക്കും, പക്ഷേ ഈ ഓഫറുകൾ ഇവരുടെ ഈ എന്താണോ ഏൽപ്പിച്ചത് അത് ചെയ്തതിന് ശേഷമുള്ളതാണെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് നിയമപരമായിട്ട് ഒരു സഹായവും എടുക്കാനും പറ്റില്ല, അവർ പറ്റിക്കപ്പെടുകയും ചെയ്യും. പിടിക്കപ്പെട്ടാൽ പോലും അവർക്കൊരു സഹായം ലഭിക്കാത്തൊക്കെ അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇല്ലീഗൽ ആക്ടിവിറ്റീസിലാണ് അവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു തരത്തിലും ഒരു ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ എവിടെ പോയിട്ട് എനിക്ക് കാശ് തന്നില്ലെന്നുള്ളതോ ഒന്നും പറയാൻ പറ്റില്ല. അവസാനം ഇവർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടണ വാങ്ങി പോവാന്നല്ലാതെ വേറൊരു ഇതുമില്ല. ഏകദേശം ഒത്തിരി ആളുകൾ ഇപ്പം അറ്റ് പ്രസന്റ്
ഒത്തിരി ആളുകൾ ഇപ്പം ഇവിടെ ജയിലിൽ അല്ല കിടക്കുകയാണെങ്കിൽ ഇത്തരം ഇവിടെ തന്നെ കേസുകൾ ആലോചിച്ച് പെട്ടിട്ടുള്ള നോക്കൂ ശ്രീ സാജിത്ത്, ഇവിടെ ജീവൻ പോകുന്നു ആളുകൾക്ക്, ഇവിടെ ആളുകളെ പിടിച്ചുകൊണ്ടു പോകുന്നു, ഉപദ്രവിക്കുന്നു, മർദ്ദിക്കുന്നു, പല സംഭവങ്ങളും ഉണ്ട്. അപ്പം എത്രത്തോളം അവിടത്തേക്കാൾ ഉപരി ഇവിടെയല്ലേ കുറച്ചുകൂടി നിരീക്ഷണം ശക്തമാക്കേണ്ടത്? തീർച്ചയായിട്ടും വലിയൊരു സോഷ്യൽ വിപത്ത് തന്നെയാണിത്. ഇതെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് മൊത്തത്തില്. ശ്രീ അജി കുര്യാക്കോസ്, അപൂർവമാണ് നമ്മളിപ്പം സ്വർണം പിടിച്ചു ഇല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഈ മയക്കുമരുന്നുകൾ പിടിച്ച വാർത്തകൾ നമുക്ക് അപൂർവമായിട്ടേ വരാറുള്ളൂ. പക്ഷെ സ്വർണം പിടിക്കുന്നത് ദിവസം വന്ന് ഇല്ലെങ്കിൽ ഒന്നരാടനായിട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ഒരാളെ തന്നെ സ്ഥിരമായി പിടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഒരാളെ മാസത്തിൽ ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും ഒരു കേസ് വരുന്നു. അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ ഇവർക്ക് വേറെന്തൊക്കെയോ പഴുതുകളുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഈ സ്വർണം കൊണ്ടുപോകുന്ന അവർക്ക് ഇത് ആരത്തെ പറഞ്ഞ പോലെ പണ്ട് സ്വർണം നമ്മുടെ മറ്റു അവിടെയൊക്കെ ഒളിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോ ഇപ്പൊ അതൊക്കെ മാറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓർണമെന്റ്സ് ആയി 24 കാരറ്റ് സ്വർണം നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് 20 ഗ്രാം, ഒരു പുരുഷനെ സംബന്ധിച്ച് 50 ഗ്രാം മാക്സിമം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വർണമാണ്. അപ്പം അത്തരം സ്വർണങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തരുന്ന ഓഫർ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടിക്കറ്റ് തരും, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്വർണമാണ് ഇപ്പോൾ ഉള്ളത്, നിങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞു കൊണ്ടുപോകാം, നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞു കൊണ്ടുപോകാം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പാവപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ അതിൽ വിശ്വസിച്ചു പോവുകയാണ്. ഞാൻ എന്റെ കയ്യിൽ വന്നൊരു കേസിനകത്ത് അവര് നാട്ടിലാണ് പിടിക്കപ്പെട്ടത്. അവര് 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്, ഭാര്യ, ഭർത്താവ്, 3 കുട്ടികൾ. അവര് കൊണ്ടുപോകുന്നത് ഏകദേശം 1.5 കിലോ സ്വർണമാണ്. മനസ്സിലാക്കണം, 1.5 കിലോ സ്വർണം, 24 കാരറ്റ് സ്വർണം കൊണ്ടുപോകുന്നു. അവര് ഭർത്താവിനെ അവിടെ പിടിക്കപ്പെടുന്നു. ബാക്കി ആ ഭർത്താവ് പിടിക്കപ്പെട്ടപ്പോഴും ഭർത്താവ് പറഞ്ഞു എന്റെ ഭാര്യയുടെ ശരീരത്തിലുണ്ടല്ലോ സ്വർണം, ഞാൻ സ്വർണം നിയമപരമായിട്ട് കൊണ്ടുപോകുന്ന സ്വർണ്ണമാണുള്ളത്. അവരവിടെ പരിശോധിച്ചപ്പോൾ അത് 24 കാരറ്റ് സ്വർണത്തിന്റെ ചെയിനും മാലയും കമ്മലും വളയും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ഈവൻ അരഞ്ഞാണം വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് അറിയാത്തൊരു ഒരു മേഖലയിലേക്ക് കൂടെ കടന്നു പോകുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്നത് 5 പേർക്ക് ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ സ്വാഭാവികം നിങ്ങൾ ചിന്തിക്കൂ എത്രത്തോളം ലാഭം ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്ന്. പിന്നീട് അവരവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത് ആരാണ് കൊടുത്തതെന്ന് പോലും അറിയില്ല. അവരെ വിളിക്കുന്ന നമ്പർ നിശ്ചലമായി പോയി, അവർ വിളിച്ചുകൊണ്ടിരുന്ന നമ്പർ നിശ്ചലമായി പോയി. അവർ പറയുന്ന ഏതോ ഒരു വ്യക്തി, ആ വ്യക്തി ഇവരടുത്ത് വന്ന് പറയുന്നു അത് വല്ല ബിൽഡിങ്ങിന്റെ നാത്തൂറായിരിക്കാം, അതല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോസറിയിലെ ജോലിക്കാരനായിരിക്കാം. ഇവർ വന്ന് പറയാണ് സാർ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും പൈസ തരാം, ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരാം, നിങ്ങൾക്ക് ന്യായമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്വർണം നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞ്, അല്ലാതെ വേറെ എവിടെയും ഒളിപ്പിച്ചു വെക്കേണ്ട, ശരീരത്തിൽ അണിഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇത് വലിയൊരു ഓഫറാണ്. അപ്പൊ ഇത് അറിയാത്ത ആൾക്കാർക്ക് അറിയാത്തതാണ് ഈ ബോധവൽക്കരണത്തിന്റെ. ഇപ്പൊ നമ്മൾ തൊഴിൽ തട്ടിപ്പിനെ കുറിച്ചൊക്കെ വലിയ ക്ലാസുകൾ പലയിടങ്ങളിലായിട്ട് സംഘടനകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ അധികം ബോധവൽക്കരണം നടക്കുന്നില്ല. അത് പക്ഷേ മലയാളികളുടെ കേസിലാണെങ്കിൽ 2 സർക്കാരുകളും, കേന്ദ്ര സർക്കാർ ആയാലും ഇപ്പൊ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ, ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റേറ്റും കൃത്യമായിട്ടുള്ള പ്രവാസികളാകാൻ പോകുന്നവർക്ക് ഇല്ലെങ്കിൽ പ്രവാസികളായിട്ടിരിക്കുന്നവർക്കൊക്കെ ഇതിൽ ബോധവൽക്കരണം നൽകേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഏറ്റവും വലിയ ബോധവൽക്കരണം നടത്തേണ്ടത് നമുക്ക് ഇത്ര ഗ്രാം സ്വർണ്ണമാണ് കൊണ്ടുപോകാൻ പറ്റുന്നതുള്ളത്. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ കയ്യിൽ ഒരു സ്വർണം കൊടുത്തു വിടുന്നു, നിങ്ങൾക്ക് ഈ സ്വർണം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് തരാന്ന് പറയുന്ന വ്യക്തി സ്വർണം തൂക്കി നോക്കാനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് 24 കാരറ്റ് ആണോ 22 കാരറ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈ 24 കാരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അത് നീളം വെക്കും. അതിനകത്ത് മറ്റേ മായങ്ങളും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ചെമ്പോ മറ്റൊന്നും ചേർക്കുന്നില്ല. അപ്പൊ അത്തരം സ്വർണം നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതൊരു ആഭരണമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അറിയുന്നില്ല. അതാണ് ഇത്രയും വലിയ പ്രശ്നം. കാരണം ആഭരണമായിട്ട് കിട്ടുമ്പോൾ ആഭരണം എങ്ങനെ 24 കാരറ്റിൽ ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാധാരണക്കാരനായ ഒരു ജനത്തിന്റെ ഒരു വ്യക്തിയുടെ വിശ്വാസം. അപ്പൊ ഈ 24 കാരറ്റിലും ആഭരണം ഉണ്ടാക്കി വിൽക്കുന്ന പല കടകളും UAE ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന് ടാക്സ് അടയ്ക്കേണ്ടത്. നിങ്ങൾ ഈ ഇതുപോലെയുള്ള ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലാണ് നിങ്ങൾ പെടുന്നത്. നിങ്ങൾ പെടുന്നത് മറ്റു ചെറിയ കേസുകളല്ല. അത് കസ്റ്റംസിന്റെ കെയർ ഓഫ്, സെൻട്രൽ ഗവൺമെന്റ് കെയർ ഓഫിൽ വരുന്ന, കസ്റ്റംസിന്റെ കെയർ ഓഫിൽ വരുന്ന
ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലാണെങ്കിൽ പെടുന്നു എന്നുള്ള ബോധവൽക്കരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ, നമ്മൾ സാധാരണക്കാരായ മലയാളികൾക്ക് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈ റേറ്റ് ഉള്ള ഈ ടിക്കറ്റ് റേറ്റ്, നേരത്തെ നമ്മുടെ ഇതിനകത്ത് സൂചിപ്പിച്ചു വിമാന സർവീസുകൾ കൂട്ടി, പക്ഷെ റേറ്റ് കുറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ ഹൈ റേറ്റ് ഉള്ള ടിക്കറ്റുള്ള സമയത്ത് പോലും ഇവർക്ക് കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ഇത് 22 കാരറ്റ് സ്വർണ്ണമാണ്, ഇത് അവിടെ കൊണ്ടുപോയാൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അവരിത് കൊണ്ടുപോകുന്നത്. ആ വിശ്വാസത്തിനെ ആണ് നമ്മൾ ഹനിക്കേണ്ടത്. ആ വിശ്വാസം ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ചർച്ചകളോടെ പ്രതിഫലിപ്പിക്കേണ്ടത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് സാജിദ്, ഇവിടെ പേടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലതവണ പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു പക്ഷേ അവർക്ക് സെറ്റിൽ ആവാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചായിരിക്കും പലരും പേടിയില്ലാതെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല, എല്ലാവരും ഇതിലേക്ക് ഇപ്പം ഓഫറുകളാണല്ലോ, അവിടെ നിന്ന് ആളുകൾ നാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ വരുന്ന ഓഫറുകളായിട്ടാണല്ലോ ഇതൊക്കെ കൊണ്ടുവരുന്നതും അത് ഡീൽ ചെയ്യുന്നതൊക്കെ. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേടിയില്ലാത്ത? അത് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണോ, ഇല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണോ? തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിന്റെ പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല അതില്. കാരണം നമ്മൾക്കറിയാം എത്രയോ ആളുകൾ, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, പിടിക്കപ്പെട്ട ആളുകൾ തന്നെ വീണ്ടും ആ ഒരു ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ 2-3 വർഷമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അതേ ഒഫൻസ് തന്നെ വീണ്ടും ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അവരെങ്ങനെ ഒഴിവായി പോകുന്നു? ഈ പിടിക്കപ്പെടുന്ന ആളുകൾ ഒക്കെ തന്നെ എങ്ങനെ ഫ്രീ ആവുന്നു ഇത്ര പെട്ടെന്ന്? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയിൽ അവിടെയുള്ള ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം 10 പാസഞ്ചേഴ്സ് കടന്നു പോകുമ്പോൾ 1-2 ആളെ പിടിക്കും, അത് വലിയ വാർത്തയായിട്ട് വരും, നമ്മൾ കാണും. ദിനേന ഇപ്പൊ മെനിയാന്ന് ഞങ്ങളുടെ കരിപ്പൂർ എയർപോർട്ടിൽ പിന്നെ ഫ്ലൈറ്റില് അദ്ദേഹം ഇരുന്ന സീറ്റിന്റെ പോക്കറ്റിലാണ് സാധനം വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആരെടുക്കാനാണ്? അദ്ദേഹം അവിടെ വെച്ച് പോയതാണ്, മറന്നുപോയതല്ല. അപ്പൊ ഇതെടുക്കുന്ന ആളുകൾ ഇതിന്റെ ക്ലീനേഴ്സോ ഈ ഫ്ലൈറ്റിൽ ക്ലീനിങ്ങിന് വരുന്ന ആളുകളോ മറ്റോ ആയിരിക്കാം, അവരെടുത്തിട്ടായിരിക്കാം. നിർഭാഗ്യവശാൽ ചിലപ്പം വേറെ ആളായിരിക്കും അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാകുക, മീൻസ് അവിടെ ക്ലീനിങ്ങിന് പോയിട്ടുണ്ടാകുക ആ ഒരു സീറ്റിലേക്ക്. അപ്പം ഇത്തരം നമ്മൾ നിരവധി ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന കേസുകളാണ് ഇതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിയമം ഉണ്ടെങ്കിൽ കൂടെ അത് നടപ്പിൽ വരുത്തുക, എക്സിക്യൂഷൻ പാർട്ട് ഇറ്റ്സ് വെരി എന്താ പറയാ പൂറാണ്. ആ എക്സിക്യൂഷൻ പാർട്ട് കൂടെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഇതിനെ തടയാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇതില് മറ്റൊരു കാര്യമുള്ളത്, ഒരു കാര്യം സാജിദ് വക്കീൽ ഇത് പറഞ്ഞതുകൊണ്ട് 2 കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, നമ്മളിപ്പം എയർപോർട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ അവിടുത്തെ ഇന്റർണൽ സ്റ്റാഫ്സിനൊക്കെ അവരുടെ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ കടത്തി വിടുന്നുണ്ട്. ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തേക്കും വിടുന്നുണ്ട്. ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്കാനിങ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ID കാർഡ് കാണിക്കുന്ന ആ വ്യക്തിയുടെ കാലിനിടയിൽ ചെരുപ്പിനകത്തോ അതല്ലെങ്കിൽ അവരുടെ മറ്റ് ശരീരത്തിന്റെ പോക്കറ്റിനകത്തോ ഒക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ABCD ഗ്രൂപ്പുകളിലാണ് അവിടെ കസ്റ്റംസ് ആൾക്കാർ നിൽക്കുന്നത്. A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സ്വർണം കടത്തുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. ചില സെക്ഷനിൽ കുറ്റത്തിലേക്കൊക്കെ പോകും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒട്ടും അറിവില്ലാത്തവരായിരിക്കും സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നത്. അല്ലാതെ അത് കൊണ്ടുപോകുന്ന ആൾക്കാര് പക്ഷെ കൊടുത്തുവിടുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവർ ഇതില് ഏത് വിഭാഗമാണ് വളരെ ലേസി ആയിട്ട് ഇത് ചെക്കിങ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആ വിഭാഗം ഇപ്പൊ നമുക്കറിയാം, എമിഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ് കൊച്ചി എയർപോർട്ടിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു മറ്റേ നമ്മുടെ മാഗ്നറ്റിക് ഇതുണ്ട്, ചെക്ക് ചെയ്യുന്ന സാധനമുണ്ട്, അതിനകത്ത് കൂടെ കടത്തിവിടുന്നു. അവിടെ ഒരാൾ ഇരിക്കണം. അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിലുള്ള സ്വർണ്ണോ മറ്റെന്തുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്നുള്ള നിയമമുണ്ട്. അവിടുത്തെ കസ്റ്റംസുകാർ അത് ചെയ്യാറില്ല. അവരത് കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ വഴി വന്ന് ലഗേജ് എടുത്ത് തിരിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കളി നടക്കുന്നത്. അപ്പോ ഇത് ഈ വളരെ ശക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന ആളുകളാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് കൊടുക്കും. ഇതുപോലെ വരുന്ന ഒരാളുടെ കയ്യിൽ ഇന്ന ഷർട്ട് ഇട്ടിട്ടുള്ള, ഇന്ന പാന്റ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന സാരി ഇട്ടിട്ടുള്ള ആളുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ ഇവരെല്ലാവരും വളരെ വിജിലന്റ് ആവും. ആ വിജിലന്റ് ആയിട്ട് ആ വ്യക്തിയെ പരിശോധിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. ആ കാത്തു നിൽക്കുന്ന സമയത്ത് ഒറിജിനൽ ആയിട്ടുള്ള കാരിയേഴ്സ് കടന്നു പോകും. ഈ വ്യക്തിയുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം അവര് എയർപോർട്ടിൽ വെച്ചിട്ട് ഈ വ്യക്തിയെ ശ്രദ്ധിക്കുകയാണ്. ഈ വ്യക്തിയെ കണ്ടു, ഇവരെ ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, അപ്പൊ ഇതുകൊണ്ട് അപ്പൊ ഇവരെ കോൺസെൻട്രേറ്റ് അജി പറഞ്ഞ അനുബന്ധമായിട്ട്
ഈ കാരിയർ മുഖേന വഞ്ചിക്കപ്പെടുന്ന കച്ചവടക്കാരുണ്ട് കേട്ടോ കുറെ. കാരണം അത് ഇവിടുന്ന് നാട്ടിലുണ്ട്. അവരാണ് ഈ ഇവിടെ തട്ടിക്കൊണ്ടുപോകുന്നതും ഇടിക്കുന്നതും ഒക്കെ. നാട്ടിലല്ല ഇവിടെ അവിടെ തന്നെ തന്നെ. ഉണ്ട്. ഇവിടുന്ന് ദുബായ് എയർപോർട്ടിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ഇവര് ചെക്കിംഗ് കഴിഞ്ഞ ആളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടാവും. ശരി. ബോർഡിംഗ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറ്റിയിട്ടുണ്ടാവും. ഇവര് അതായത് പോയിട്ടുണ്ടാവും. ജീവിതം പണയം വെക്കുക, ജീവൻ പണയം വെക്കുക, എന്നിട്ട് ഏതോ നാട്ടിൽ പോയിട്ട് അനുഭവിക്കുക. ഇത് എന്താണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ നിയമപരമല്ലാതെ എന്ത് ചെയ്താലും നമ്മൾ ശിക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലും ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. മേഡം ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ഇതിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. കാരണം അവിടെ എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ നിയമവ്യവസ്ഥയിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ചെറിയൊരു പങ്കേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണിത്. അപ്പൊ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഇത്തരം കസ്റ്റംസും CISF ഒക്കെ വളരെയധികം പൈസ വാങ്ങിച്ചോട്ടെ. എത്രയോ ആൾക്കാർ പിടിക്കപ്പെട്ടിട്ടുണ്ട്, കസ്റ്റംസിന്റെ എത്രയോ ആൾക്കാർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇതിനകത്ത്. അഡ്വക്കേറ്റ് സാജിദ്, ഇവിടെ പറയാനുള്ളത്, ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളാണ്. ഇതുപോലെയുള്ള ഒരുപാട് ദുരിത കഥകൾ, ആളുകളുടെ ഇത്തരത്തിൽ നശിച്ചുപോയ ജീവിതങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം എത്ര പറഞ്ഞിട്ടും നമ്മുടെ ഒരു വിഭാഗം, ഇപ്പം പഴയ ആളുകൾക്ക് അറിയാം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ ജീവിതം പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇപ്പം ആളുകൾക്ക് ഇവിടെ ജോലിയില്ല. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ജോലിയില്ല. എല്ലാവരും എങ്ങനെയെങ്കിലും ഗൾഫ് നാടുകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എത്തുക എന്ന് മാത്രം. അപ്പം ഏറ്റവും എളുപ്പമായി കരുതുന്നത് ഗൾഫ് കൺട്രീസാണ്. അപ്പം അവിടേക്ക് എത്താൻ വേണ്ടി എന്തും ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴും എത്ര അവയർനെസ് കൊടുത്തിട്ടും ഒരു മാറ്റം വരാത്ത എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ അടുത്ത കാലത്ത്, ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം 6-7 പേര് ഒരു കമ്പനിയിൽ വിസിറ്റ് വിസയിലാണ് വന്നിട്ടുള്ളത്. 1,40,000 രൂപ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഓരോരാളും വന്നിട്ടുള്ളത്. ജോലിയുടെ വിസയാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവന്നെന്ന് അവര് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു അവയർനെസ്, അപ്പൊ തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണത്തിന്റെ കുറവ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിവൃത്തികേട്. ഈ പറയുന്ന പോലെ നാട്ടിൽ ഒരു രക്ഷയില്ലാതെ എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടുക എന്നുള്ള നിലക്ക് എവിടുന്നെങ്കിലും ഈ 1,00,000 ഉണ്ടാക്കി കടം വാങ്ങിച്ച് അല്ലെ വീട്ടിലെ ഉള്ള സ്വർണം വിറ്റ് കഴിച്ചിട്ടൊക്കെയായിരിക്കും സാധുക്കൾ ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചങ്ങോട്ട് വെക്കും. എന്നിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യും, ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി. ഇതിലേക്ക് കയറി ചെല്ലരുത്, അതായത് ഈ ഒരു ട്രാപ്പിലേക്ക് വീഴരുത് എന്നുള്ളതിനെ കുറിച്ച് കൂടി, അതായത് ആ നിയമം എത്രത്തോളം ശക്തമാണ് അവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാം. തീർച്ചയായും ഇവിടെ നമുക്ക് എല്ലാ സോഴ്സും ഉണ്ട്. ഇപ്പൊ ഇന്ത്യ കൗൺസിലേറ്റ് തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിസ അത് ജെന്വിൻ വിസയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖല ഏകദേശം എല്ലാ സ്ഥലത്തുള്ള ആളുകളും പ്രവാസികളായ ആളുകൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരാളെടുത്ത് ഒരു വരുന്നതിന് മുമ്പ് നെയ്ബറായിട്ടോ അല്ല ഏതെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരാളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന വിസ, ആ കമ്പനിയുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്കൊരു പിക്ചർ കിട്ടും. പക്ഷെ അതിന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ പോലത്തെ മീഡിയ ഒക്കെ വലിയൊരു പങ്ക് ഇതിലുണ്ട്. നിങ്ങൾ ഇത്തരം അവയർനെസ്സുകൾ, അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ വിഷയം. അപ്പൊ നിങ്ങൾ കുറച്ച് പരസ്യങ്ങളൊക്കെ ഇതൊക്കെ പെയ്ഡ് പരസ്യമല്ലാത്ത രൂപത്തില് നിങ്ങളതായ ഇതിലൊന്നും ഒരു പേടുമില്ല, നമുക്ക് വേറൊരു ഉദ്ദേശവുമില്ല. ഞാൻ ഈ പറഞ്ഞ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് തന്നെ ഇത്തരം ആളുകൾ ഇങ്ങനെ വരുന്നവർക്ക് ഉള്ള ഇപ്പം റീസെന്റ് എനിക്ക് തോന്നുന്നു ഏതൊരു മീഡിയ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വിസ ഇട്ട് കഴിഞ്ഞാൽ അവരതിന്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കും. ഇങ്ങനെ പല സംവിധാനങ്ങളും പ്രവാസ ലോകത്തും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ബാക്ക് ടു ഹോം അവിടുത്തെ വിഷയമാണ്. അവിടുന്ന് ഇങ്ങനെ ഇത്തരം ആളുകൾ പറ്റിക്കപ്പെടുന്ന ഏജൻസിമാരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ പറയുന്നതും നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളും ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് കൂടി കരുതിയാണ് നമുക്ക് ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. വളരെ നന്ദി. നമ്മുടെ സമയം തീരുകയാണ്. നന്ദി അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, ഒപ്പം അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.